എന്തുകൊണ്ട് ജലീലിനെ ഇനിയും തവനൂരിന്റെ MLA ആയി തിരഞ്ഞെടുത്തുകൂടാ എന്നതിന് രണ്ട് കാരണങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും വീണ്ടും മൂന്ന് കാര്യങ്ങൾ കൂടി പറയുകയാണ് ഇപ്പോൾ. അതിലൊന്ന് കൂട്ടായി തൂക്കുപാലമാണ്. വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായ കൂട്ടായി തൂക്കുപാലം ജലീൽ എന്ന MLA കഴിവുകേടിന്റെ പ്രതീകമാണ്. ഹൈസ്കൂൾ മുതൽ B.Ed ക്ലാസ് വരെയുള്ള ഒരു പ്രദേശത്തേക്കുള്ള തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതേ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു MLA കഴിയുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ നിവൃത്തികേട് മറ്റെന്താണ്? ചമ്രോട്ടം സ്നേഹപാത വിനോദസഞ്ചാര കേന്ദ്രം കോടികൾ മുടക്കി KT ജലീൽ കൊണ്ടുവന്ന പദ്ധതിയാണ്. കോടികൾ ചെലവായതല്ലാതെ ജനങ്ങൾക്ക് നേട്ടമുണ്ടായില്ല. എല്ലാം സാമൂഹ്യ വിരുദ്ധർ തകർക്കുകയും കൈയടക്കുകയും ചെയ്തു. പുറത്തൂർ CHC, പുറത്തൂർ ആശുപത്രിപ്പടിയിലെ പുറത്തൂർ CHC തദ്ദേശവാസികളായ ഒരുപാട് കുടുംബങ്ങൾക്ക്, തീരദേശവാസികളായ ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു. അവിടെ രാവും പകലും കിടത്തി ചികിത്സ ഉണ്ടായിരുന്നതാണ്. സാധാരണ ജനങ്ങളുടെ പോക്കറ്റ് കീറാതെ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ചികിത്സ ലഭിച്ചിരുന്നതാണ്. കൊറോണ വന്നപ്പോൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച കിടത്തി ചികിത്സ എന്നേക്കുമായി ഇപ്പോൾ ഇല്ലാതെയായി. ആ ഉറക്കിൽ നിന്ന് ആശുപത്രിയെ ഒന്നുണർത്താൻ തവനൂരിന്റെ MLA അശക്തനാണെങ്കിൽ അതും സ്വന്തം ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ അത്തരത്തിലൊരു MLA ഇനിയും എന്തിന് തിരഞ്ഞെടുക്കണം? അത് ചിന്തിക്കേണ്ടതും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതും തവനൂരിന്റെ ജനങ്ങളാണ്.